നമ്പർ 1 കാറ്റഗറിയിൽ വരുന്നതാണ് 31%. കഴിഞ്ഞ 5 വർഷമായി കൺസിസ്റ്റൻ്റ് ആയിട്ട് റിട്ടേൺസ് കൊടുത്തിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടിലെ ഇക്വിറ്റി കാറ്റഗറിയിൽ വരുന്നതാണ് മിഡ് ക്യാപ് ഫണ്ടുകൾ. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികൾ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് 101 റാങ്ക് തൊട്ട് 250 റാങ്ക് വരെ വരുന്ന കമ്പനികളെല്ലാം മിഡ് ക്യാപ് കാറ്റഗറിയിലാണ്. ഇത് ലാർജ് ക്യാപ്പിനേക്കാളും റിസ്ക് കൂടുതലും അതേപോലെ തന്നെ ലാർജ് ക്യാപ്പിനേക്കാളും പെർഫോമൻസും കൂടി വരുന്ന ഒരു കാറ്റഗറിയാണ് മിഡ് ക്യാപ് കാറ്റഗറി. 2026 നിക്ഷേപിക്കാവുന്ന ടോപ്പ് 3 മിഡ് ക്യാപ്പുകൾ. നമ്പർ 3 മിറ അസെറ്റ് മിഡ് ക്യാപ്പ്. കഴിഞ്ഞ 5 വർഷമായി 25% ആനുവൽ റിട്ടേൺ കൊടുത്തിട്ടുള്ള ഫണ്ടാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് ഈ റിട്ടേൺ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല AUM സൈസ് ഉണ്ട്, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫണ്ട് മാനേജറാണ്. നമ്പർ 2 HDFC മിഡ് ക്യാപ്പ്. ഓൺ ആൻ ആവറേജ് 28%, കഴിഞ്ഞ 5 വർഷമായി 28% ആനുവൽ റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫണ്ട് മാനേജറാണ്. ലോവസ്റ്റ് എക്സ്പെൻസ് റേഷ്യോ ആണ് വരുന്നത്. നമ്പർ 1 കാറ്റഗറിയിൽ വരുന്നതാണ് മോത്തിലാൽ ഓസ്വാൾ മിഡ് ക്യാപ്പ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള AUM സൈസ് ഉണ്ട്, ലോവസ്റ്റ് എക്സ്പെൻസ് റേഷ്യോ ആണ്. 31% കഴിഞ്ഞ 5 വർഷമായി കൺസിസ്റ്റൻ്റ് ആയിട്ട് റിട്ടേൺസ് കൊടുത്തിട്ടുണ്ട്. മോത്തിലാൽ ഓസ്വാൾ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ആൽഫ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫണ്ട് കൂടിയാണ്. നമ്മൾ ഏത് ഫണ്ടും ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ റിസ്ക്കും അതുപോലെ തന്നെ ഗോളും കൂടി നോക്കിയിട്ടായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്.